നമസ്കാരം. അങ്ങനെ പിണറായി വിജയൻ ബഹ്റൈനിൽ സന്ദർശിച്ച് 2-3 ദിവസമായി സന്ദർശനം തുടരുകയാണ്. ഈ സന്ദർശനം എന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന മലയാളികളെയും കണ്ട് നേരിട്ട് സംവദിക്കുന്നതിനും ഇനി കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളുമായി സംവദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് ഈ കേരളത്തിന് വേണ്ട ഇനി വരാൻ പോകുന്ന വികസനത്തെ സംബന്ധിച്ചുമുള്ള വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഭാവിയെക്കുറിച്ചുള്ള വിശകലനങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിദേശ സന്ദർശനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ബഹ്റൈനിൽ സന്ദർശിക്കുകയും ആ സന്ദർശിച്ച വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അവിടുത്തെ തൊഴിലാളികളെയും മലയാളികളായിട്ടുള്ള എല്ലാവരെയും നേരിട്ട് കണ്ട് സംവദിക്കുന്നതിനും വേണ്ടി ആണ് പോയിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ വന്നിട്ടുള്ള ഈ 10 വർഷം കൊണ്ട് നേടിയിട്ടുള്ള വികസന കാര്യത്തെ സംബന്ധിച്ചും കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി എടുത്തിട്ടുള്ള ആൾക്കാർ കേരളത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ലാണെന്നും ആ കേരള അടിസ്ഥാന വർഗമായിട്ടുള്ള കേരളത്തിലെ ജനവിഭാഗങ്ങൾക്ക് വിദേശീയർ അതായത് വിദേശത്ത് പോയി ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിലെ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടും അവിടുത്തെ മലയാളികളുമായി സംവദിക്കുകയാണ്. ഈ സംവാദം ജനശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതിനെ വിശദമായി സംസാരിക്കാനോ ഈ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ ഇന്നേ വരെ തുനിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ നടപ്പിൽ വരുത്തിയ ഒരുപാട് വികസന പദ്ധതികളുണ്ട്. ആ വികസന പദ്ധതികളെല്ലാം എണ്ണി അവിടുത്തെ മലയാളികളോട് പറയുകയും ആ മലയാളികൾ അതെല്ലാം ഏറ്റെടുക്കുകയും കേരളത്തിലേക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണം എന്നുള്ള നിലയിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയോട് സംവദിക്കുകയാണ്. എന്തായാലും ആ ബഹ്റൈനിൽ ഉണ്ടായ ആ സ്വീകരണ പരിപാടിയും അവിടുത്തെ ജനങ്ങൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഈ പിണറായി വിജയൻ ഈ സംവദിക്കുന്നതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ഇവിടുന്ന് തൊഴിലിന് വേണ്ടിയിട്ട് വിദേശത്ത് പോയിരിക്കുന്ന ബഹ്റൈനിൽ പോയിരിക്കുന്ന മലയാളികളോടാണ്. അതായത്
വിദേശത്ത് പോയിട്ടുള്ള മലയാളികളോടും അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നതിനും അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനും ഈ വികസന മാതൃക എങ്ങനെ വിപുലപ്പെടുത്താം എന്നതിനെ കുറിച്ചും നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹ്റിനിലെ മലയാളികളുമായി ഇത്രയധികം സംവദിക്കുന്നത്. എന്തായാലും ആ ജനക്കൂട്ടം കാണുമ്പോഴേ അറിയാം നമുക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മഹത് വ്യക്തിക്കുണ്ടാകുന്ന ആ ഒരു പ്രസിദ്ധി. ഈ 10 വർഷമായി കേരളം നേടിയിട്ടുള്ള ഒട്ടനവധി വികസനങ്ങളുണ്ട്. അത് ഗെയിൽ പദ്ധതിയിലൂടെയും നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും തീരദേശ ഹൈവേ, മലയോര ഹൈവേ, വിഴിഞ്ഞം പദ്ധതി, ഗെയിൽ പദ്ധതി, അതുപോലെ തന്നെ ഇവിടുത്തെ ആഗോള മീറ്റ്, ആഗോള വ്യവസായ മീറ്റ് തുടങ്ങിയ ഒട്ടനവധി വികസന കാര്യങ്ങൾ ഈ കിഫ്ബി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി കൊണ്ടുവരികയും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നേടിയിട്ടുള്ള വികസനങ്ങൾ അത് പറഞ്ഞറിയിക്കാനാവാത്ത വിധം വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസനം പ്രവാസികളായിട്ടുള്ള മലയാളികളുടേത് കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ നേരിട്ട് കണ്ട് സംവദിക്കുന്നത്. എന്തായാലും 3ാം തുടർഭരണം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ മലയാളികളോട് പോയി സംവദിക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തുടർന്നുള്ള വികസന പ്രക്രിയയിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വികസനത്തിലേക്ക് മുന്നേറുന്നതിനും ഈ ഒരു വിദേശയാത്ര പ്രയോജനകരമാം വിധം നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.